നേരത്തെ മധു സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിസന്ധികൾ തുടരുകയാണ്. അതിപ്പോൾ നോക്കൂ, ഇത്ര നേരം ഇവിടെ മഴ പെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ മധുവേട്ടൻ പറഞ്ഞ ഒരു പ്രധാന കാര്യം അതാണ്. ഇവിടെ രാവിലെ മഴ പെയ്തില്ലെങ്കിൽ പോലും അവിടെ ഈ കുന്നിടിഞ്ഞ ഗംഗാവലി തടത്തിൽ കാര്യമായിട്ട് മഴയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലുമൊക്കെ നമ്മളിവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോടൊക്കെ ചോദിച്ച ഒരു കാര്യമാണ്. രാത്രിയിൽ ആ പ്രദേശത്തൊക്കെ മഴ പെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ കാറ്റ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നിലവിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ പുഴയുടെ ഒഴുക്കിനെ ഇതുവരെ നമുക്ക് ആവശ്യമുള്ള തിരച്ചിലിന് ആവശ്യമുള്ള രക്ഷാദൗത്യത്തിന് വേണ്ട രീതിയിൽ കുറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇന്നലെയും രാവിലെ മഴ അല്പനേരം പെയ്തു, പിന്നീട് മാറി നിന്നു. ഉച്ചയോടെ കൂടുതൽ ശക്തിയായി മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വീണ്ടും മഴ തുടരുന്നുണ്ട്. നമുക്കറിയാം, അല്പസമയം മുൻപാണ് മാൽപ്പയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം, 8-അംഗ സംഘം അവിടേക്ക് എത്തിയത്. അവർ ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും മഴ പെയ്യുന്നത്. അടിത്തട്ടിൽ വലിയ ഒഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴ കൂടി വന്നാൽ അതൊരു വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. ഏതായാലും ആ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും കുടുംബത്തിനുൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ അവരുടെ പ്രതികരണം കേട്ടതാണ്. 1000-ലധികം ഇത്തരം ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ശരി, മൽപ്പാറ്റിനെ പറ്റി ഉൾപ്പെടെയാണ് പറയുന്നത്. പക്ഷെ ഇന്ന് അവിടെ മഴ മാറി നിൽക്കുന്നുണ്ട്. ശിരൂരിൽ ഗംഗാവലിക്ക് സമീപത്തെ അപകട സ്ഥലത്ത് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മധുവേട്ടനും ശ്രീധരനും ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നദികളിൽ എപ്പോഴും ജലനിരപ്പ് ഉയരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീരൊഴുക്ക് കൂടുന്നു എന്ന് പറയുന്നത് അതിന് വൃഷ്ടി പ്രദേശത്ത് മഴ കനക്കുമ്പോഴാണ്. അങ്ങനെ അവിടങ്ങളിലൊക്കെയും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടിയൊഴുക്കിൽ യാതൊരു തരത്തിലുള്ള കുറവില്ലെന്നുള്ളത് മാത്രമല്ല, അടിയൊഴുക്ക് കൂടുന്നു എന്നുള്ളതാണ് ഈ ദൗത്യത്തെ ആകെയും വലിയ വെല്ലുവിളിയായി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്.